എന്താ മാഡം? ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നു. മാഡം എന്തോ വലിയ ആലോചനയിലാണല്ലോ. ഉണ്ണിയെ എത്രയും പെട്ടെന്ന് ദത്തെടുക്കണമെന്നും വസുവിനെ കൊണ്ട് സൈൻ ചെയ്യിക്കണമെന്നും അല്ലെങ്കിൽ സ്വത്ത് കൈവിട്ടു പോകുമെന്ന് ലോയർ ഇപ്പോൾ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ. നോ പ്രോബ്ലം മാം. ഇപ്പോഴുള്ള വസുവേട്ടത്തിയുടെ സിറ്റുവേഷൻ നമുക്ക് യൂസ് ചെയ്യാം. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്താ ഉണ്ണിയെ ദത്തെടുക്കുന്നതും വസുവേട്ടത്തിയുടെ കയ്യൊപ്പും രണ്ടും ഒരേ സമയത്ത് നടക്കുന്നതായിരിക്കും. അതാ ഞാനും ആലോചിക്കുന്നത്. നമുക്കൊരുപാട് സമയമില്ല. ഇനിയും താമസിച്ചാൽ അനുഭവിക്കാനുള്ള സ്വത്ത് പോലും കിട്ടില്ല. കറക്റ്റായിട്ടുള്ള ഒരു പ്ലാൻ വേണം. നീയും ആലോചിക്കേ. ആരാ നിങ്ങള്? എന്താ വേണ്ടത്? ഞാനാണ് വരാൻ പറഞ്ഞത്. നിങ്ങളുടെ സഹോദരിയുടെ മകൾ ശിവാനിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാർ. അപ്പോ എന്റെ മകൾ എങ്ങനെ മരിച്ചതെന്നറിയാൻ അവളുടെ ശരീരം തുണ്ടു തുണ്ടായി മുറിച്ച് പരിശോധിച്ച് ആ റിപ്പോർട്ടുമായിട്ടാണോ വന്നിരിക്കുന്നത്? ദമയന്തി, എന്റെ മകളുടെ മരണത്തിന് കാരണം ഇതാ ഈ വസുവാണ്. ഇനി ആ റിപ്പോർട്ടിന്റെ ആവശ്യം എന്തിനാ? ഇങ്ങോട്ടാ. ശിവാനിയുടെ മരണത്തിന് കാരണം വസുന്ധരയാണെന്ന് നീ എത്ര തവണ പറയും? എന്റെ മകളെ കൊന്നത് ആ വസു ആയതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ ശിവാനി ആത്മഹത്യ ചെയ്തതാണ്. അതറിയോ നിനക്ക്? ഇല്ല സാർ, ഉറപ്പായിട്ട് ആ കുട്ടിയുടെ കേസ് സൂയിസൈഡ് അല്ല, മർഡർ ആണ്. മർഡറോ? അതെ സാർ, മുഖത്ത് വലിയൊരു മുറിവുണ്ട്. ആരോ മനഃപൂർവ്വം മുഖത്ത് മർദ്ദിച്ചതായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും റിപ്പോർട്ടിലുണ്ട് സാർ. ഞാൻ എന്നാ ഇറങ്ങാം. എന്താ ബി, ഇയാൾ പറഞ്ഞത് സത്യമാണോ? ശിവാനിയുടേത് കൊലപാതകമാണെന്നാണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? അതെ ഏട്ടാ. ബലമായിട്ട് തലയ്ക്ക് അടി കിട്ടിയതുകൊണ്ടാണ് ശിവാനി മരിച്ചതെന്നാണ് റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത്. ശിവാനി അടിച്ചു കൊല്ലേണ്ട ആവശ്യം ആർക്കാ ഇവിടെ ഉള്ളത്? അതാരാ ചെയ്തിരിക്കുക? അവിടെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ആത്മഹത്യ ചെയ്യാനെന്ന് പറഞ്ഞു പോയ ശിവാനിയെ ആരായിരിക്കും കൊന്നിരിക്കുക? ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ശിവാനിയുടെ ബോഡി കിടന്ന സ്പോട്ടിൽ പോയി എൻക്വയറി ചെയ്യണം. അവിടെ കൊലയാളിയുടെ എന്തെങ്കിലും തെളിവുണ്ടാവാതിരിക്കില്ല. കറക്റ്റാണ് ഏട്ടാ. ശിവാനി മരിച്ചിട്ട് അധിക നാളാകാത്തത് കൊണ്ട് അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും തെളിവുകൾ കിട്ടും. അവിടെ CCTV ക്യാമറ കാണും. നമുക്ക് ഉടനെ അങ്ങോട്ടേക്ക് പോയി എൻക്വയറി ചെയ്യാം. വാ ഏട്ടാ. വരും. ഒന്നും അറിയാത്ത പാവ ശിവാനിയെ ആരായിരിക്കും കൊന്നിരിക്കുക? ആർക്കാ അതിന്റെ ആവശ്യമുള്ളത്? എക്സ്ക്യൂസ് മീ. പറഞ്ഞോ സാറേ. അന്നിവിടെ ഒരു മരണം നടന്നില്ലേ? ആ സമയത്ത് നിങ്ങളോട് ഉണ്ടായിരുന്നു? ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു സാറേ. ഓ,
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. ശിവാനിയുടെ മരണം സൂയിസൈഡ് അല്ല, ഇറ്റ്സ് എ മർഡർ. കൊലപാതകി എന്തായാലും ഒരു എവിഡൻസെങ്കിലും ബാക്കി വെച്ചിരിക്കും. വാ വസുന്ധര, എന്തെങ്കിലും തെളിവ് കിട്ടുമോ നോക്കാം. വാ. ഏട്ടാ, ഇത് ശിവാനിയുടേതല്ലല്ലോ. അല്ല ഏട്ടാ, ഇത് കല്യാണം കഴിഞ്ഞവരിടുന്ന ചെയിനാണ്. ഇത് ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയതുകൊണ്ട് കൊലപാതകി ഒരു പെണ്ണായിരിക്കും ഏട്ടാ. ചിലപ്പോൾ ആയിരിക്കും വസുന്ധര. ദേ നോക്ക്, CC ക്യാമറ. അതിൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമായ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാവാതിരിക്കില്ല. വാ, നമുക്ക് പോയി നോക്കാം. വാ. പെട്ടെന്ന് കൊണ്ടുവരണേ. എക്സ്ക്യൂസ് മീ, ആ പറയൂ സർ. ആ CCTV ക്യാമറ വെച്ചിരിക്കുന്നത് നിങ്ങളാണോ? അതെ സർ. അതിന്റെ ഫൂട്ടേജ് ഒന്ന് കാണണം. ഒന്ന് കാണിക്കാമോ ഞങ്ങളെ? എന്തിനാ സർ ചോദിക്കുന്നേ? അത് വേറൊന്നുമല്ല, ആ ബിൽഡിങ്ങിന് താഴെ ഒരു പെൺകുട്ടി മരിച്ചു കിടന്നിരുന്നു. അത് ഈ CCTV ക്യാമറ റെക്കോർഡായിരിക്കുമല്ലോ. പ്ലീസ് ഒന്ന് കാണിക്കാമോ? കാണിക്കേ സർ. ശിവാനി. ശിവാനിയെ ആരോ അടിച്ച് താഴെ തള്ളിയിട്ടതാ അല്ലേട്ടാ? ആ ലേഡി ആരായിരിക്കും? ഫേസ് ആണെങ്കിൽ വ്യക്തമായി കാണാനും പറ്റുന്നില്ല. സർ, ഇവിടെ വേറെ ഏതെങ്കിലും ക്യാമറ വെച്ചിട്ടുണ്ടോ? ഇല്ല സർ, ഇതൊന്നേ ഉള്ളൂ. ശിവാനിയെ കൊല്ലേണ്ട ആവശ്യം ആ ലേഡിക്ക് എന്താ? അതാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിവരം കിട്ടുമായിരുന്നു. വരൂ, ആ ലേഡി ആരാണെന്ന് കണ്ടുപിടിക്കാം. താങ്ക് യു സോ മച്ച്. ശരി സർ. വാ. എവിടെയാ അത് വെച്ചത്? എന്താ നോക്കിക്കൊണ്ടിരിക്കുന്ന കാർത്തികേ? എന്റെ ചെയിൻ മാഡം, ഇവിടെ എവിടെയോ വച്ച് മറന്നുപോയി. എല്ലായിടത്തും നോക്കി കിട്ടിയില്ല. ഇവിടെ തന്നെയാണോ വെച്ചേ? അതോ വേറെ എവിടെയെങ്കിലും നഷ്ടപ്പെടുത്തിയോ? ഇല്ല മാഡം, റൂമിൽ എവിടെയോ വച്ചെന്നാ തോന്നുന്നേ. നന്നായിട്ട് ഓർമ്മിച്ച് നോക്ക്. ഒരുപക്ഷേ ആ സ്പോട്ടിൽ വല്ലതും കൊണ്ട് കളഞ്ഞോ? ഏത് സ്പോട്ടില് മാഡം? ശിവാനിയെ നീ അടിച്ചിട്ട സ്പോട്ടിന്റെ കാര്യമാ പറയുന്നേ. നിന്റെ ചെയിൻ ഈ റൂമിലോ ഈ വീട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെ നഷ്ടപ്പെട്ടിരുന്നാലും പ്രശ്നമില്ല. എന്നാൽ ആ സ്പോട്ടിലാണ് നഷ്ടപ്പെട്ടതെങ്കിൽ നീ വലിയൊരു കെണിയിൽ വീണെന്ന അർത്ഥം. നിന്റെ ചെയിൻ അവിടെ ഉണ്ടായിരുന്നാൽ പോലീസിന് അത് എവിഡൻസ് ആയിരിക്കും. അതുപയോഗിച്ച് അത് ആരുടെയാണെന്ന് കണ്ടെത്തി നിന്റെ അഡ്രസ് തേടി വരും. നോ ചാൻസ് മാഡം, ചെയിൻ അവിടെയൊന്നും വീഴില്ല. അതിനുള്ള വഴിയില്ല. ഞാൻ അവിടം വരെ പോയി അവളോട് സംസാരിച്ചു, കാര്യം നടത്തി തിരിച്ചു വന്നു. അതിനു മുകളിൽ അവിടെ ഒന്നും നടന്നിട്ടില്ല. ഷുവർ ആണല്ലോ അല്ലേ? ഷ്യൂർ. ഒരു സംശയമില്ലല്ലോ? നോ ഡൗട്ട് മാഡം. ശിവാനി മർഡർ കേസില് ഞാൻ ഒരിക്കലും പിടിക്കപ്പെടില്ല. എന്റെ മേലൊരു ഡൗട്ട് വരാൻ പോലും ഞാൻ അനുവദിക്കില്ല. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക് കാർത്തിക. ഇത്രയും തവണ ഞാൻ പറയാൻ കാരണം വലിയ വലിയ പ്രൊഫഷണൽ കില്ലേഴ്സ് ആയാലും ക്രിമിനൽസ് ആയാലും ചില സമയങ്ങളിൽ ചെറിയൊരു തെറ്റ് കാരണം അകപ്പെട്ടു പോവാറുണ്ട്. അതുപോലൊരു അബദ്ധങ്ങളൊന്നും ഞാൻ ചെയ്യില്ല മാഡം.
എന്നെ സംബന്ധിച്ച ഒരു തെളിവും അവിടെ നിന്നും കിട്ടില്ല. എന്റെ മേലൊരു ഡൗട്ട് ഉണ്ടാകാൻ പോലും സാധ്യതയില്ല. എല്ലാവരും ശിവാനി സൂസൈഡ് ചെയ്തതെന്നാ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മർഡർ ചെയ്തെന്ന് വിചാരിച്ചാലും, എന്നാ ഞാനാണ് ശിവാനിയെ കൊന്നതെന്ന് ആരും എക്സ്പെക്ട് ചെയ്യില്ല. ഈ കാര്യം എനിക്ക് മാഡത്തിന് മാത്രമേ അറിയാവൂ. ഓക്കെ കാർത്തിക, കെയർഫുൾ. പെട്ടെന്ന് ആ ചെയിൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഒരു സംശയം ഉണ്ടാവില്ല. ഓക്കെ മാം, ഞാൻ നോക്കിക്കോളാം. ചെയിൻ എവിടെയാ വച്ചത്? ഇനിയൊരു പക്ഷെ മാം പറഞ്ഞതുപോലെ അത് ആ സ്പോട്ടില് വീണ് കിടപ്പുണ്ടാവോ? അപ്പോ ശിവാനിയുടേത് കൊലപാതകമാണോ? അതെ ഏട്ടാ, ശിവാനിയുടെ തലയിൽ ആരോ ബലമായിട്ട് അടിച്ചാണ് കൊന്നിരിക്കുന്നത്. അവരാരായിരിക്കും അഭി? ശിവാനിയോട് അത്രയും ശത്രുത ആർക്കായിരിക്കും? CCTV ക്യാമറ ഫുട്ടേജിൽ ഒരു ലേഡിയെ സംശയാസ്പദമായി കണ്ടു ചേച്ചി. അവര് ധരിച്ചിരുന്ന ഒരു ചെയിൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി ചേച്ചി. ശിവാനി ഒരു പെണ്ണാണ് കൊല ചെയ്തതെങ്കിൽ അത് കാർത്തികയായിരിക്കോ? ഇല്ല അഖിൽ, കാർത്തികയുടെ മനസ്സ് ശരിയല്ലെങ്കിലും അവൾ ഒരിക്കലും കൊലപാതകമൊന്നും ചെയ്യില്ല. ഒരു മനുഷ്യനെ, അതൊരു കൊച്ചു പെൺകുട്ടിയെ കൊല്ലാനുള്ള മനസ്സൊന്നും അവൾക്കില്ല. അത് മാത്രമല്ല, ശിവാനിയും കാർത്തികയും തമ്മിൽ പറയത്തക്ക ഒരു പ്രശ്നവുമില്ല. അപ്പോ ശിവാനി അങ്ങോട്ടാണ് പോയതെന്ന് ആർക്കറിയാവുന്നേ? കറക്റ്റായിട്ട് ആ സ്ഥലം മനസ്സിലാക്കി ശിവാനിയെ കൊല്ലേണ്ട ആവശ്യം ആർക്കാ ഉള്ളത്? ഉറപ്പായിട്ടും ഇതറിയാവുന്ന ആരോ ചെയ്തതാ. ശിവാനി അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടെ പോയി അവളെ കൊന്നുകളഞ്ഞു. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അവരെ എൻക്വയറി ചെയ്യൂല ഏട്ടാ. പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയം പുറത്തു വരും അഖിൽ. അത് കൊലപാതകയെ രക്ഷപ്പെടാൻ സഹായിക്കും. കറക്റ്റാണ് ബി. പിന്നെ CCTV ഫുട്ടേജില് കൊലയാളിയുടെ മുഖം തെളിഞ്ഞിട്ടുണ്ടാവില്ലേ? ഇല്ല ഭാസ്കരേട്ടാ, അവിടെ CCTV ഉണ്ടെന്ന് മനസ്സിലാക്കി കൊലപാതകി വളരെ ശ്രദ്ധപൂർവ്വം ചെയ്തിരിക്കുന്നേ. പക്ഷെ ചെയിൻ മാത്രം കിട്ടി. ആ ചെയിൻ ആരുടേതാണെന്ന് കണ്ടുപിടിച്ചാൽ പകുതി ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. സ്പോട്ടിൽ പോയി ഇനി ഒരുപാട് അന്വേഷിക്കാനുണ്ട്. ശിവാനിയെ കൊന്നത് ആരാണെങ്കിലും അവരെ നമ്മൾ ഒരിക്കലും വെറുതെ വിടില്ല. അയ്യോ, അവസാനം ഇത് എന്റെ തലയിൽ വീഴുന്ന ലക്ഷണമുണ്ടല്ലോ. ശിവാനിക്ക് സൂയിസൈഡിന് ഐഡിയ കൊടുത്തത് ഞാനാ. ഇപ്പൊ അവള് യഥാർത്ഥത്തിൽ മരിച്ചും പോയി. കാർത്തിയോട് ശിവാനി എവിടെ ഉണ്ടെന്ന് പറഞ്ഞതും ഞാനാ. അപ്പോ ഒരുപക്ഷെ കാർത്തികായിരിക്കും ഇത് ചെയ്തത്. ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു കളയാം. ഹലോ ആന്റി, അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയുണ്ട്? ശിവാനി മരിച്ചുപോയതിന് ദമയന്തി വഴക്കുണ്ടാക്കുന്നുണ്ടോ? വസുവേട്ടത്തിയോട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ആ വഴക്കും പ്രശ്നമൊക്കെ എപ്പോഴും നടക്കുന്ന തന്നെയാ. ശിവാനിയുടെ മരണത്തെ പറ്റി അഭിയും വസു അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശിവാനി സൂസൈഡ് അല്ല ചെയ്തത്. അത് സൂയിസൈഡ് അല്ലെന്ന്, മർഡറാ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അഭിക്കും വസുവിനും എന്തോ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന്. അവർക്ക് എന്ത് തെളിവാ കിട്ടിയത്? നീ എന്താ വല്ലാതെ പേടിക്കുന്നത്? പേടിക്കുന്നൊന്നുമില്ല. അവരുടെ എൻക്വയറിയില് എന്താ കിട്ടിയതെന്നാ ചോദിച്ചേ. CCTV ക്യാമറയിൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക അവര്. ഒന്നും കിട്ടാൻ പോകുന്നില്ല. CCTV ക്യാമറയുടെ മുമ്പിൽ ഞാൻ മുഖം മറച്ചിരുന്നല്ലോ. അതുപോലെ ശിവാനിയുടെ ബോഡി കിട്ടിയ സ്ഥലത്ത് അവർക്ക് ഏതോ ഒരു ചെയിനും കിട്ടിയിട്ടുണ്ടെന്ന്. ചെയിനോ? പെണ്ണുങ്ങൾ ധരിക്കുന്ന ചെയിനാ. ആ ചെയിന് നിന്റേതല്ലല്ലോ അല്ലേ? എന്റെ ചെയിൻ എങ്ങനെ അവിടെ വരും? അതല്ല, ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊന്ന് ഭീഷണിപ്പെടുത്താൻ പറഞ്ഞ് ശിവാനിക്ക് ഐഡിയ കൊടുത്തത് ഞാനാ. ശിവാനി ആ സ്പോട്ടിൽ ഉണ്ടാവുമെന്ന് ഞാൻ നിന്നോടും പറഞ്ഞു. അതുകൊണ്ട് ഞാനാണ് ശിവാനിയെ മർഡർ ചെയ്തെന്ന് പറഞ്ഞു വരികയാണോ? എനിക്കതിന്റെ ആവശ്യം എന്താ? സത്യമായിട്ട് നീ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ എന്തിനാ ആന്റി അതൊക്കെ ചെയ്യുന്നേ?
എനിക്ക് ശിവാനിക്കും ഒരു ശത്രുതയും ഇല്ലല്ലോ. വെറുതെ ഡൗട്ട് ചോദിച്ചതാ. നീ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. വേറെ ആരോ ചെയ്തിട്ടുണ്ട്. അവരുടേതായിരിക്കും ആ ചെയിന്. ആ ചെയിൻ തെളിവ് വെച്ച് അബിയും വസുവും കൂടി ആ കൊലപാതകയെ പിടിക്കാൻ പോവാ. ആ ചെയിൻ വെച്ച് എന്നെ എങ്ങനെ കണ്ടുപിടിക്കും? അതുപോലത്തെ ചെയിനുകൾ ഒരുപാടുണ്ടല്ലോ. ശരി ശരി, വെച്ചേക്ക്. ഏതൊരു സംശയം തോന്നി വിളിച്ചതാ, തെറ്റായിട്ട് വിചാരിക്കണ്ട. അപ്പോ എന്റെ ചെയിൻ അവിടെയാണ് വീണിരിക്കുന്നതല്ലേ? ഇനി മുതൽ ഞാൻ വളരെ സൂക്ഷിക്കണം. അഭിയേട്ടനും വസുവേട്ടത്തേക്ക് ഒരിക്കലും പിടികൊടുക്കാൻ പാടില്ല. ഇതെല്ലാം ദമയന്തി കേട്ടോ എന്തോ? നീ എപ്പോഴടി വന്നേ? ഫോണിൽ ആരോടാ കുഞ്ഞമ്മ സംസാരിച്ചോണ്ടിരുന്നത്? അമ്മ, അപ്പൊ ഇവളൊന്നും കേട്ടിട്ടില്ല. കാർത്തികയോടാ. അവളോട് നിങ്ങൾക്കെന്താ എത്ര പറയാനുള്ളത്? ശിവാനി മരിച്ചു പോയതുകൊണ്ട് കാർത്തികയ്ക്ക് നല്ല വിഷമുണ്ടെന്ന് പറഞ്ഞു. ഫോൺ ചെയ്ത് കരഞ്ഞോണ്ടിരുന്നു. ഞാൻ ആശ്വസിപ്പിച്ചു. ശിവാനിയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാർത്തിക പോലും സങ്കടപ്പെടുന്നു കുഞ്ഞമ്മേ. പക്ഷെ ആ വസുവിന് ഒരു സങ്കടവും ഇല്ല കുഞ്ഞമ്മേ. വസുവിന് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. കാർത്തികയെ ഇതേ കാര്യ പറഞ്ഞ് മരിച്ചാലും വസുവിനോട് ക്ഷമിക്കില്ലെന്ന് പറഞ്ഞു. എല്ലാരെയും ആഹാരം കഴിക്കാൻ വിളിച്ചോ വസു? വിളിച്ചായിരുന്നു ചേച്ചി, ഇപ്പൊ വരും. എന്താ ഇത്? മകള് മരിച്ച വേദനയില് ആഹാരം കഴിക്കാൻ വരില്ലെന്നാ വിചാരിച്ചെ. വസു വിളിച്ചുടനെ വന്ന് നിൽക്കുകയാണല്ലോ. എന്താ ദമയന്തി ആലോചിക്കുന്നത്? കഴിക്കൂ. എന്തായി കാണിക്കുന്നത് ദമയന്തി? ആരെങ്കിലും ഭക്ഷണത്തിനോട് ഇങ്ങനെ കാണിക്കുവോ? ഞാൻ പ്രസവിച്ച കുഞ്ഞിനെ അന്യായമായി കൊന്നിട്ട് അതിന്റെ പിണ്ടത്തെ കൊണ്ട് പ്ലേറ്റ് വെച്ചിട്ട് സ്നേഹത്തോടെ കഴിക്കാൻ പറയുവാണോ വസു?